കുട്ടീനെ സ്കൂളിലാക്കിയിട്ട് ഇതേ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകണേ. അപ്പോൾ ഇത് ഇവിടെ കാണുന്നതാണ് ഈ ടെസ്കോയിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നതൊക്കെ. ഇനി എൻ്റെ അടുത്ത് തന്നെ അത് ഇവിടെ ഒരു അൽഡി ഉണ്ട്. കുറച്ചുകൂടി ചീപ്പ് പ്രൈസിന് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. പക്ഷെ നമ്മുടെ സാധനങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത് ടെസ്കോയിലാണ്. ഇവിടെ തന്നെയാണ് അതിൻ്റെ പെട്രോൾ പമ്പും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് പെട്രോളെല്ലാം അടിക്കുന്നത്. ഈ സൈഡിൽ ഇതിൻ്റെ കൂര പോലെ കാണുന്നില്ലേ? ഈ വീടുകളുടെ ബാക്കിലായിട്ടൊരു ചർച്ചുണ്ട്. കാത്തലിക് ചർച്ച് അല്ല, വേറെ ഏതോ ഒരു ചർച്ചാണ്. Smile lit up like a sunrise glow, touch so soft where the seasons flow. We met where the stars take their flight. ഈ കാണുന്നതെല്ലാം ഡിസേബിൾഡ് പാർക്കിംഗ് ആണ്. ബ്ലൂ ബാഡ്ജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാം. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് അലൊക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം ചൈൽഡ് പാരൻസ് പാർക്കിംഗ് ആണ്. കുഞ്ഞുങ്ങളുള്ള ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വൈഡ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള പാർക്കിംഗ് ആണ്. ഇവിടെ ആളുകളൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പെഡിസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ട്. നമ്മളതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെസ്കോ. On the shore, every touch leaves me craving more. Eyes meet, worlds colors collide with you. Love's where I reside. Whisper your name in the rush of the breeze. Love. ഈ കാണുന്നില്ലേ, ഇത് നമുക്ക് സെൽഫ് സ്കാൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടുത്തെ ക്ലബ് കാർഡുണ്ട്. അപ്പോൾ അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ നമുക്ക് ഇത് കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ബാർകോഡൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ സെൽഫായിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. വെള്ളത്തിന് ഓഫർ കിട്ടാനായതുകൊണ്ട് ഞങ്ങൾ 2-3 കേസ് വെള്ളം കൂടി എടുത്ത് വെച്ചു. ചൂടല്ലേ, നല്ലോണം വെള്ളം ചിലവാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്? നമ്മൾ സ്കാൻ ചെയ്തതാണ് ഇത്. ബ്രൂട്ടസ് എടുക്കാം. മറ്റേ കപ്പങ്ങ വേണം. കപ്പങ്ങ അത് നല്ല അടിപൊളി കിവി ഇരിക്കുന്നുണ്ട്. മാംഗോ ഒന്നും പഴുത്തിട്ടില്ല. ഇത് മെല്ലൻ്റെയൊക്കെ സൈഡാണ്. അപ്പുറത്തെ സൈഡിലാണ് ഓറഞ്ചൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. ഇരിക്കുന്നുണ്ടോ? ഇത് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കോരിയിട്ട് അതിനകത്ത് തിന്നാൽ മതി. റോസ്മേരി നമുക്കിത് ഈ ബനാനയൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കുറച്ച് ഓർഗാനിക് ബനാനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇതെടുത്തേട്ടാ, വേറെ എടുത്തായിരുന്നു. നല്ല ബനാനയാണ്. ഈ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, നമുക്ക് സ്വയമായിട്ട് വെയിറ്റ് നോക്കാം കേട്ടോ. ഇതിനകത്ത് ബനാന കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രിൻ്റ് ലേബിൾ കൊടുത്താൽ നമുക്കതിനകത്ത് സ്കാൻ ചെയ്താൽ മതിയേ ഇത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പാല് വാങ്ങിക്കാൻ വന്ന ഞങ്ങളാണ് ഒരു ട്രോളി നിറച്ച സാധനങ്ങൾ. നമ്മളത് ഇവിടെ സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ അതിവിടെ പേ ചെയ്യാവേ. ഇപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി ടാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പേ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ടാഗ് അവർ റിമൂവ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മളിവിടെ പുറത്തിറങ്ങുമ്പോൾ കീക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലടിക്കും. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ സെൻസറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ സെക്യൂരിറ്റി ടാഗുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, അയാൾ നമ്മളോട് ബ്ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് വേറെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഇവിടെ വേറെ ഓവർഫ്ലോർ ആയിട്ടുള്ള കുറേ പാർക്കിംഗ് ഈ സൈഡിലുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ചേട്ടായി ഓൾറെഡി വണ്ടിയിലൊക്കെ കയറി ഇരിപ്പായി.
ഷോപ്പിംഗ് കഴിഞ്ഞാ? ഒരു എല്ലാ സാധനവും വീട്ടിലുണ്ട്. ഒരു കുപ്പി പാല് മാത്രം മേടിക്കാനുള്ളൂ. പാല് വാങ്ങിച്ചാണ്ട് 150 കൊണ്ട് ഒരു പാലിന്റെ വില. അപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 12:45. വീട്ടിൽ ചെല്ലാ, ചോറുണ്ണ, ആ പാത്രം കഴുകി വയ്ക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടില്ല. 2:45 ആകുമ്പോഴത്തേന് ഹെലീനെ കൊണ്ടുവരാൻ പിന്നെ വരേണ്ടി വരും. പിന്നെ ദേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, ഈ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്, കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണത്. ഇവിടെ ഒരുപാട് കൺസൾട്ടൻസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഫോളോ അപ്പിനൊക്കെ അപ്പോയിൻമെൻറ്റുകൾ ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ ചെറിയൊരു ANT ഉണ്ട്. അപ്പോൾ മൈനർ ഇഞ്ചുറീസിനൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ ആകുമ്പോൾ ഒരുപാട് നേരമൊന്നും വെയിറ്റിംഗ് ഇല്ല. സാധാരണ നോർമൽ ANTയിലൊക്കെ 6 to 8 hours നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ ANTയിൽ ഞങ്ങൾക്ക് മാക്സിമം പോയി അരമണിക്കൂറല്ലേ ഇടാം, ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട്. വലിയ കാര്യത്തിനൊന്നും വരാൻ പറ്റില്ല. അതായത് മൈനർ ഇഞ്ചുറീസ്, ഇപ്പം പനി, പിന്നെ UTI അങ്ങനെയൊക്കെ വരുവാണെങ്കിലൊക്കെ ആണെങ്കിലും നമുക്കിവിടെ കൊണ്ടുവരാം. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാം. ഈവൻ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ANT പോയി കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യണം. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര അനുഗ്രഹമാണ് ഈ ANT എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലൊരു ആംബുലൻസ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടികളൊക്കെ പതുക്കെ പോകുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് കൂടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഷോപ്സ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഈ സൈഡിലാണ്. ഇതൊരു നോൺ എമർജൻസി ആംബുലൻസ് ആണ് ഞാൻ പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലേജ് എത്തി കേട്ടോ. ഇവിടെ തന്നെ ഒരു ചെറിയ ചർച്ചുണ്ടേ. ആ ചർച്ചിൻ്റെ സെമിട്രിയും അതിൻ്റെ കൂടെ തന്നെയാണ് കാണുന്നത്. ഈ കാണുന്നതല്ല അതിൻ്റെ സെമിട്രി തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെ വീടും ഒക്കെ ഉണ്ട്. ഇവിടെ സെമിട്രി കഴിഞ്ഞ് ദൂരമൊന്നുമില്ല വീടുകൾക്ക്. അപ്പോൾ ഞങ്ങളുടെ വീടെത്തി കേട്ടോ.